ഹലോ മക്കളെ, നമ്മൾ പ്ലസ് ടുവിൻ്റെ ഓണം എക്സാം അടുത്തെത്തി. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ 18ന് മാത്സിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ഫുൾ കാര്യങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തു പല ജില്ലയിൽ നിന്നും. അപ്പം അത്യാവശ്യം ഒരു ക്ലാസ് ഗൂഗിൾ മീറ്റിൽ കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായമായിരുന്നു. അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ആദ്യമേ എങ്ങനെ നമുക്ക് മാത്സ് നല്ല മാർക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു സ്റ്റഡി പ്ലാനാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഓണം എക്സാമിന് നമുക്ക് 5 ചാപ്റ്റർ ഉള്ളത്, 5 ചാപ്റ്റേഴ്സ് അല്ലേ? 5 ചാപ്റ്റർ നമുക്ക് ഓണം എക്സാമിന് നമുക്ക് ഉള്ളത് അല്ലേ? 5 ചാപ്റ്റർ മാത്സിന് അല്ലേ? പ്ലസ് ടു മാത്സിന് 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ് ആദ്യത്തെ ചാപ്റ്റർ. രണ്ടാമത്തത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ്. അടുത്ത മൂന്നാമത്തേന്ന് പറയുമ്പോൾ മെട്രിക്സ് ആണ്. മെട്രിക്സ് ഓക്കെ. നാലാമത്തത് നമ്മൾ ഡിറ്റർമിനൻറ്റ്സ് ആണ്. അഞ്ചാമത്തത് ഇച്ചിരി ഭയങ്കര സീനാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പം മിക്ക കുട്ടികൾക്കും പഠിക്കാൻ ഏറ്റവും ഇപ്പം ടഫ്നെസ്സിൻ്റെ ഒരു ഓർഡർ പറയുമെങ്കിൽ ഏറ്റവും ടഫ് ഡിഫറൻസിയേഷൻ ഈ ചാപ്റ്ററാണ്. ടഫ് പറയുമെങ്കിൽ പിന്നെ ഇച്ചിരി കൂടെ ടഫ്, ഈ 5 ചാപ്റ്റർ ടഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, പിന്നെ ഡിറ്റർമിനൻറ്റ്, പിന്നെ എളുപ്പമുള്ളത് മെട്രിക്സ്, പിന്നെ റിലേഷൻ ഫംഗ്ഷൻ അല്ല, ഇതാണ് മിക്ക ആൾക്കും ടഫ് വരുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റഡി പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം മാർക്ക് വാങ്ങിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വക അറിയാത്തവർക്ക് എല്ലാം, ഇപ്പോൾ ഇതുവരെ ഒരു വക അറിയത്തില്ല, നമുക്ക് എല്ലാം എന്താ പറയുക, നല്ല മാർക്ക് വാങ്ങിക്കുന്ന രീതിയാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സൂപ്പർ ഹീറോയിൽ ഒരു ഗൂഗിൾ മീറ്റ് സെക്ഷൻ കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൽ, അതായത് ഈ ഫ്രീ ആയിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നൊരു ചാപ്റ്റർ ഒരു വക അറിയാത്ത കുട്ടികൾക്ക് ഫ്രം ദ ബിഗിനിങ് അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറേ കുട്ടികൾ അത്യാവശ്യം റിവ്യൂ ഇട്ടു, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ റിവ്യൂ ഇട്ടു. ആരും ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ല, പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് റിവ്യൂ ഇട്ടു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ് അടിപൊളിയായിരുന്നു, എളുപ്പമായിരുന്നു, എല്ലാവരും പറയുണ്ടായി. മാത്രമല്ല നമുക്ക് ആ ഒരു ആവേശം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് ക്ലാസ് കിട്ടിയത്. ഓക്കെ, അപ്പം ജസ്റ്റ് ഓടിച്ചോടിപ്പിച്ചല്ല, 2 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം ഫുൾ കാര്യങ്ങളും കവർ ചെയ്ത് നല്ല കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കി എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് സെറ്റായി കൊടുത്തു. അപ്പം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാർ വന്ന് എനിക്ക് കിട്ടിയില്ല പരാതി പറഞ്ഞത്. അപ്പം ക്ലാസ് കിട്ടാതെ കുറേ പേര് ക്ലാസ് കഴിഞ്ഞപ്പം ക്ലാസ്സിൻ്റെ ലിങ്ക് കിട്ടുമ്പോൾ കുറേ ആൾക്കാർ ജസ്റ്റ് ഒരു സാധാ ക്ലാസ്സിൻ്റെ രീതിയിൽ ഇഗ്നോർ ചെയ്ത് വിട്ടു. കുറേ പേര് ഇഗ്നോർ ചെയ്ത് വിട്ടു. ഇത് നമുക്ക് വലിയ വിഷമമായിരുന്നു. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ വന്നിട്ട് നല്ല രീതിയിൽ അവിടെ കമൻറ്റ് ഇട്ടപ്പം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ഇട്ടപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ട് അത്യാവശ്യം അവർക്കും കിട്ടിയില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവർക്കും വേണ്ടിയുള്ള ഒരു കാര്യം വീഡിയോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ പഠിക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഇതിന് വേണ്ടി നമ്മുടെ റിലേഷൻ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളൊരു അത്യാവശ്യം നല്ല കിടിലം ഒരു 40 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് വെച്ചു. 40 ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാ മേഖലയും കവർ ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡും അത്യാവശ്യം നല്ല ക്വാളിറ്റി 40 ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിങ്ങളുടെ ഫ്രീഡ മിസ്സോ അല്ലെങ്കിൽ ആര്യ മിസ്സോ ആരെങ്കിലും ഈ ഒരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തരുന്നതാണ്. അത്യാവശ്യം എല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം 40 ക്വാളിറ്റി റിലേഷൻ ഫംഗ്ഷൻ. അപ്പം ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ, ഏറ്റവും വെരി വെരി ഈസി ചാപ്റ്ററാണ് റിലേഷൻ ഫംഗ്ഷൻ. അതിൽ 40 ക്വസ്റ്റ്യൻസ് അത് പഠിച്ചാൽ തന്നെ ഒരുവിധം എല്ലാം കവറാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തത് മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്, ഇൻവേഴ്സ് നോട്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം മെട്രിക്സും ഡിറ്റർമിനൻറ്റും നമുക്ക് ഒരു കാറ്റഗറി ആക്കാം. മെട്രിക്സ് ഡിറ്റർമിനൻറ്റും അതുപോലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയും അതുപോലെ ഡിഫറൻസിയേഷനും വേറെ കാറ്റഗറി നമുക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൽ പൊതുവെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മെട്രിക്സിൽ പൊതുവെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമിട്രിക്കും സ്ക്യൂ സിമിട്രിക്കും തമ്മിൽ സിമിട്രിക് മെട്രിക്സും സ്ക്യൂ സിമിട്രിക്കിൻ്റെ ഒക്കെ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ അത് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ a³ - 6a² + 5a + i = 0 ഇങ്ങനത്തെ ഒക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ മെട്രിക്സ് ചോദിക്കാറുണ്ട്. അതുപോലെ ഇതിലുപരി പരീക്ഷ ഇച്ചിരി കൂടെ കടുപ്പിക്കണമെങ്കിൽ വേറെ കുറേ കാര്യങ്ങളും ചോദിക്കാറുണ്ട് മെട്രിക്സിൽ. വേറെ കുറേ കാര്യം ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഡിറ്റർമിനൻറ്റ്സിൽ പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഷൻ സിമ്പിളാണ്. പക്ഷേ എക്സ്പാൻഷൻ ഏതെങ്കിലും ഒരു കോളം മാറ്റി സ്പെസിഫിക് റോ അങ്ങനെ ചോദിച്ചാൽ കടുപ്പിക്കും. പിന്നെ ഡിറ്റർമിനൻറ്റ് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ മൈനർ, പിന്നെ കോഫാക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് കൂടാതെ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ്, കുറേ ഇക്വേഷൻസ് തന്നിട്ട് സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് നമ്മൾ ഷോർട്ടായി സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഇതാണ് ഡിറ്റർമിനൻറ്റ് പൊതുവെ ചോദിക്കുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പഠിക്കാൻ പാടില്ല. ഏ പാടില്ലെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല. ടഫല്ല. ഒന്നും ടഫല്ലെന്ന് ഉദ്ദേശിച്ചേട്ടാ. നിങ്ങളൊന്നും പഠിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പഠിക്കേണ്ടെന്നല്ല. ഒന്നും പഠിക്കാൻ ഒരു ടഫ്നെസ് ഇല്ല. ടഫാന്ന് ഉദ്ദേശിച്ചത് ആ പാടാണ്. അപ്പം മെട്രിക്സ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ഈ 2 ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതുവരെ മെട്രിക്സ് ഡിറ്റർമിനന്റ് അറിയാത്തൊരു കുട്ടി, ഭയങ്കര ടഫായിട്ട് കുട്ടിക്കാണെങ്കിൽ മിനിമം ഒരു ഒരു സംഭവം വേണമല്ലോ ഇത് പഠിക്കണമെങ്കിൽ. അപ്പോൾ ഇതൊന്ന് മിനിമം പഠിച്ച് വെച്ചേക്കണം. അതായത് എന്താ, മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മെട്രിക്സ് അറിയാത്ത കുട്ടിയാണെങ്കിൽ മസ്റ്റായിട്ടും മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പഠിച്ച് വെച്ചിരിക്കണം. മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ സിമെട്രിക്കും ക്യൂ സിമെട്രിക്കും പിന്നെ എ ക്യൂ മൈനസ് ആ പാറ്റേൺ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഡിറ്റർമിനൻ്റ് അറിയാത്തൊരു കുട്ടിക്കാണെങ്കിൽ മസ്റ്റായിട്ടും അയാൾ എന്താ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതി പഠിച്ചു വെച്ചേക്കണം. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതി പഠിച്ചു വെച്ചേക്കണം. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ എന്താ നമ്മുടെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന സംഭവം എക്സ്പാൻഡ് ചെയ്യുന്ന രീതി നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇത് 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 പഠിച്ചില്ലെങ്കിൽ പിന്നെ ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റത്തില്ല. കാരണം ചാപ്റ്റർ ഭയങ്കര എളുപ്പമോ നിസ്സാരമോ ആരെക്കൊണ്ടും പറ്റും. പക്ഷേ ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ അറിയത്തില്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് നേരത്തെ ഈ പറഞ്ഞ പാറ്റേൺസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് വലിയ പാടാണ്. ഞാനിപ്പം ഇത് നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്കല്ല, ഒട്ടും അറിയാത്ത കുട്ടികൾക്ക്. അത് ഒട്ടും അറിയാത്ത കുട്ടികൾ പോയി നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കണ്ടേ? അതാ ഞാൻ പറയുന്നത്. അപ്പം മെട്രിക്സും ഡിറ്റർമിനൻ്റും മൾട്ടിപ്ലൈയും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമ്മൾ എന്താ എക്സാമിൻ്റെ തലേന്നും അല്ലെങ്കിൽ എന്താ കമ്മിങ് അവേഴ്സിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മെട്രിക്സും ഡിറ്റർമിനൻ്റും നല്ല കിടിലം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. നല്ല കിടിലം ടോപ്പ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. പക്ഷേ വർക്കൗട്ട് ചെയ്യുമ്പം അവിടെ എന്താ മെട്രിക്സും ഡിറ്റർമിനൻ്റും മൾട്ടിപ്ലൈ അറിയാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്താ മെട്രിക്സ് മൾട്ടിപ്ലൈ ആവുന്ന കുട്ടികൾ, ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ കുട്ടികൾ എന്താ സ്പീഡിൽ ചെയ്യും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാത്ത ആൾക്കാരെന്താ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലായെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ഭയങ്കര സ്ലോ ആയിപ്പോവും അല്ലേ? അപ്പോൾ ആ സ്ലോ ഒരു തടസ്സമാണ്. നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ പറ്റാത്ത സ്ലോ ആകുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് വരും. അപ്പോൾ ആ മടുപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താ നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഫസ്റ്റ് തന്നെ ഈ വീഡിയോ നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങൾ ആദ്യം തന്നെ എന്താ പറയുക ഇത് പഠിക്കണം. ഫസ്റ്റ് പഠിക്കേണ്ടത് ഹൗ ടു മൾട്ടിപ്ലൈ മെട്രിക്സ് മൾട്ടിപ്ലൈ മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോ കണ്ട് അത് പഠിക്കണം. മാക്സിമം 30 മിനിറ്റ് കണ്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ രണ്ടാമത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന വീഡിയോ അത് ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഈ 2 വീഡിയോ നിങ്ങൾ കണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രിവിലേജ് വോട്ടെവർ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും ഡിറ്റർമിനൻ്റ് ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ചിരുന്ന് വർക്കൗട്ട് ചെയ്താലും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ചെയ്യാൻ എന്താ സ്പീഡ് കിട്ടും. നിങ്ങൾക്കൊരു സ്പീഡാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് കിട്ടും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് രണ്ടും സെറ്റ് ചെയ്യണം മക്കളെ. അതായത് മെട്രിക്സ് കാരണം ലോങ് ടേം സമയം ഉണ്ടാക്കി നമുക്ക് എന്താ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഈസിയാണ്, സീനൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് എന്താ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ ചെറിയ എഫോർട്ട് ഇത് രണ്ടും പഠിക്കും. ഇത് വലിയ ബാലിക മലയൊന്നും അല്ല കേട്ടോ. ഈ 2 സംഭവം പഠിക്കാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ ഏതൊരു കുഞ്ഞിനും, ഇത് അറിയാത്ത ഏതൊരു കുഞ്ഞിനും പുഷ്പം പോലെ പഠിക്കാൻ പറ്റും. ആ വീഡിയോ ഇപ്പം നമ്മുടെ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, യൂട്യൂബ് ചാനലിൽ ഓണം പ്ലസ് ടു ഓണം സീരീസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഈ 2 വീഡിയോ ഉണ്ടാകും കേട്ടോ. ഹൗ ടു മൾട്ടിപ്ലൈ മെട്രിക്സ്, ഹൗ ടു എക്സ്പാൻഡ് ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ 2 വീഡിയോ ഉണ്ടാകും. ഓക്കെ, മെട്രിക്സും ഡിറ്റർമിനൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഈ 2 ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. നല്ല കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് ഇടും, അല്ലെങ്കിൽ എന്താ നമ്മൾ ലൈവ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. വോട്ടെവർ ഇത് നിങ്ങൾക്ക് ഈ ഓണം പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാവും കേട്ടോ. ഈ ക്വസ്റ്റ്യൻസിലെ ഓണം പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം നമ്മളപ്പോൾ എന്താ ഇതോടെ കഴിയുമ്പോൾ മെട്രിക്സ് നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്തു, ഡിറ്റർമിനൻ്റ് നല്ല മാർക്ക് സ്കോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന അടുത്തൊരു കടമ്പയാണ് ആരാ നമ്മുടെ ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത വരുന്ന ഒരു വലിയ കടമ്പ അല്ലേ? വലിയ കടമ്പ നമ്മുടെ ട്രിഗ്നോമെട്രി അല്ലേ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ശരിയല്ലേ? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വലിയ എന്തോ സംഭവം പോലെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ചാപ്റ്റർ വലിയ എന്തോ സംഭവം പോലെ, ഏതോ വലിയ മല പോലെയൊക്കെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. വലിയ പാടാണ്, അല്ലെങ്കിൽ എന്താ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പ്ലസ് വണ്ണിൽ ഒരു ബേസ് ഇല്ലാത്തതും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കാത്ത അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പം 40 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ ഇൻവെസ്റ്റ് ട്രിഗ്നോമെട്രി സെറ്റാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓണം സീരീസ് പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടേക്കുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ഫുൾ പാർട്ടും നമുക്ക് 40 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നൊരു വീഡിയോ. ഫുൾ പാർട്ട്, അതായത് ഓണം എക്സാം 2026 എന്നുള്ള
ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇതാണ് ഇൻവോസ്റ്റ് ലേൺ ചാപ്റ്റർ. മൊത്തത്തിൽ 40 മിനിറ്റേ ഉള്ളൂ. ഈ 40 മിനിറ്റ് പഠിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെഡ്സെറ്റ് വെച്ച് ഫോക്കസ്ഡ് ആയിട്ട് ബുക്ക് എടുത്ത് പറയുന്ന കാര്യം സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ 40 മിനിറ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ട്രിഗ്നോമെട്രി അതൊന്നും നിങ്ങൾക്ക് പ്ലസ് ടുവിലില്ല. പക്ഷേ അതുപോലും അറിയാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത ആൾക്കാർ അവർക്ക് എന്താണ് ട്രിഗ്നോമെട്രി എന്ന് അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഒരു മാർക്ക് പോലും കിട്ടാൻ അങ്ങനത്തെ പ്രാപ്തിയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പോലും നല്ല മാർക്ക് വാങ്ങുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ട്രിഗ്നോമെട്രി, അത് ഈ ട്രിഗ്നോമെട്രിയുടെ കുറേ ഫോർമുലാസ് എങ്ങനെ ഓർത്ത് വെക്കാം, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫോർമുല ഓർത്ത് വെക്കാനുള്ള ട്രിക്സും ടിപ്സും പറയുന്നുണ്ട്. കാരണം ഡൊമൈനും റേഞ്ചും ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ടിപ്സും ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അകത്ത് നമുക്ക് ഡൊമൈൻ റേഞ്ച് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്ന രീതികൾ അതിൽ കുറേ പ്രൂവ് ദാറ്റ് ഒക്കെ വരുമ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നും പിന്നെ കുറച്ച് ഫോർമുലാസ് ഇതെല്ലാം കവർ ചെയ്ത് 40 മിനിറ്റ്. ആ 40 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് കൊണ്ട് ചാപ്റ്റർ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് 40 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് അവിടെ സെറ്റായി. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയ കടമകൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ കടമയും ഒരു വലിയ കടമയുണ്ട് അല്ലേ? അപ്പോൾ ചെറിയ കടമ എന്ന് വെച്ചാൽ എന്താ റിലേഷൻ ഫംഗ്ഷന് നമ്മുടെ എന്താ പറയുക മിസ്സുമാർ എന്താ പറയുക റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ചാപ്റ്ററിൽ നമ്മുടെ മിസ്സുമാർ എന്താ 40 ക്വസ്റ്റ്യൻ ചിലപ്പോൾ അഡീഷണൽ കുറച്ച് 40 ക്വസ്റ്റ്യൻ ഉള്ളതെന്നാണ് മിസ്സുമാരെ പറഞ്ഞത്. ആ 40 ക്വസ്റ്റ്യൻ കവർ ചെയ്ത് നിങ്ങൾ സെറ്റാണ് ആ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എല്ലാവരും കരുതുന്ന ഏറ്റവും വലിയ ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഡിഫറൻസിയേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. എല്ലാവരും കരുതുന്നതല്ല, നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികൾ ഇത് ടഫാന്ന് കരുതി നമ്മൾ ഇന്നൊരു എന്താ പറയുക ഗൂഗിൾ മീറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 2 ഹവേഴ്സ് ക്ലാസ് 2 ഹവേഴ്സ് കൊണ്ട് ഈ എന്താ പറയുക ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്ത് സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഡി എക്സ് എന്നോ ഡി വൈ എന്നോ ഇതൊക്കെ എന്താന്ന് പോലും അറിയാം. എക്സ് എന്താ വൈ എന്താ എവിടെയൊക്കെ എന്താന്ന് ABC പോലും അറിയാത്ത ഈ ടീംസ് എന്താ പറയുക നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു വകയും അറിയത്തുള്ള രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഏതൊരു കൊച്ചിനും മനസ്സിലാവും. അതാണ് നമ്മുടെ വേ ഓഫ് ടീച്ചിങ്. അപ്പോൾ DX DY എന്താ നേരത്തെ കുട്ടികൾ പോലും ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഫ്രം ദ ബേസ് ഫുള്ള് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യുന്ന രീതിയിൽ ഫ്രം ദ ബേസ് ഫുള്ള് പല ഡിഫറൻസ് മാറ്റിയും തിരിച്ചും ചെയ്യുന്ന രീതിയിൽ ടെക്നിക്സ് ടാറ്റിക്സും പറഞ്ഞു കൊടുത്ത് നമ്മൾ ഫുള്ള് കവർ ചെയ്തു. ഫുള്ള് കവർ ചെയ്തപ്പോഴാണ് അവരുടെ റിവ്യൂ കണ്ടപ്പോൾ ഹാപ്പി ആയി. ആ റിവ്യൂസ് എന്താ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സ്റ്റോറി എക്സ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഹൈലൈറ്റ്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾ ആ റിവ്യൂ കണ്ടപ്പോൾ ഫീൽ ആയെന്ന് വെച്ചാൽ എന്താ പറയുക ഫ്രം ദ ഹാർട്ട് എന്നൊക്കെ പറയത്തില്ലേ, ഫ്രം ദ ഹാർട്ട് അതായത് ഭയങ്കര ജെന്യൂൻ റിവ്യൂ ഫ്രം ദ ഹാർട്ട് എന്ന സ്റ്റുഡൻസ് ഫ്രം ദ ഹാർട്ട് ജെന്യൂൻ റിവ്യൂ കണ്ടപ്പോൾ ഭയങ്കര നമുക്ക് ഹാപ്പി ആയി. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ലിസ്റ്റ് കുറേ പേര് വന്ന് മെസ്സേജ് അയച്ചു, എനിക്ക് മിസ്സായി. കാരണം ഇവരെന്താ ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഓക്കെ. പക്ഷേ കുറേ പേരെന്താ ആദ്യം ജസ്റ്റ് ഗൂഗിൾ മീറ്റിംഗ് വൺ ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ സ്കൂളിലും ഈ ചാപ്റ്റർ എടുത്ത് മടുത്തു, മുഷിഞ്ഞു, ഉറക്കമായി. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പഠിച്ചു. അപ്പോൾ പിന്നെ എന്താ നമുക്ക് ഇവിടെയും സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ മീൻസ് ഇവരെല്ലാം നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ല, ഇവിടെ ലോങ് ടൈം ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളല്ല. എന്താ പറയുക നിങ്ങളെപ്പോലെ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലെ എന്താ നമ്മുടെ വീഡിയോസ് കണ്ട് ഫ്രീ ക്ലാസ്സിന് വേണ്ടി ഓണം ഫ്രീ ക്ലാസ്സിന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതല്ല. അല്ലാതെ നമ്മളിവരെ മുമ്പ് പഠിപ്പിച്ചിട്ടില്ല, നമ്മളായിട്ട് മുമ്പ് കോൺടാക്ട്സ് ഇല്ല. ഒരു ഫ്രീ ക്ലാസ്സിന് വേണ്ടി കയറിയ കുട്ടികളാണ്. ഫസ്റ്റ് ക്ലാസ് അവർക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ ഡിഫറൻഷ്യൻ കൊടുത്തപ്പം അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ ഒരുപാട് ഫ്രം ദ മനസ്സിൽ തട്ടി കുറേ നല്ല റിവ്യൂസ് ഇട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ നേരത്തെ അയ്യോ ക്ലാസ്സിൽ കയറണോ വേണ്ട എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചും എല്ലാ ക്ലാസ് ഒരേപോലെ എന്നുള്ള എന്താ പറയുക ലൈക്ക് പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ എന്താ ഒരു പ്രവചനം നടത്തി എല്ലാ ക്ലാസ് ഒരേപോലെ ആയിരിക്കും അല്ല ഒരു അസംഷനൊക്കെ നടത്തി ഇങ്ങനെ ഇരുന്ന കുട്ടികൾ എന്താ ഈ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ അവരൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. കുറേ പേര് വന്ന് കോൺടാക്ട് ചെയ്തു, എനിക്ക് കിട്ടിയില്ല, മിസ്സായി. പക്ഷേ നമുക്ക് അത്രയും എഫോർട്ട് എടുത്ത് 2 മണിക്കൂർ വെള്ളം കുടിക്കാത്തതുകൊണ്ട് കുട്ടി അത്രയും പഠിപ്പിച്ച സാധനം പിന്നെ വീണ്ടും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ വീണ്ടും കൊടുക്കാം. പക്ഷേ ഇപ്പോൾ എന്താ രാത്രിയോ രാത്രി 11 മണിക്കൊക്കെ കൊടുത്താലും വിഷയമൊന്നുമില്ല. കാരണം ഏത് ടൈമിംഗ് ഒക്കെ കഴിഞ്ഞ പ്ലസ് ടു ബോർഡ് എക്സാം സമയത്തൊക്കെ രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ നല്ല രീതിയിൽ ക്ലാസ് ഉണ്ട്, പിള്ളേർ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക വീണ്ടും ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതാണെങ്കിൽ വീണ്ടും അയ്യോ സാർ എനിക്ക് മിസ്സായി ചാപ്റ്റർ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇതാണെങ്കിൽ വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ വീണ്ടും വിഷമം. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി അതായത് എന്താ ഡിഫറൻഷ്യൽ ചാപ്റ്റർ നിങ്ങൾ പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട. ഡിഫറൻഷ്യൽ ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലപോലെ സെറ്റാക്കി തരാൻ വേണ്ടി മാർച്ചല്ല ഓഗസ്റ്റ് 18 മാത്സ് എക്സാം. അപ്പോൾ ഓഗസ്റ്റ് 18 മാത്സ് എക്സാം ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഓഗസ്റ്റ് 17 തീയതി എന്താ ഓഗസ്റ്റ് 17 രാത്രി നമ്മൾ ഒന്നുകൂടെ ഒരു ഗൂഗിൾ മീറ്റ് സെക്ഷൻ കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ മീറ്റ് സെക്ഷൻ. അപ്പം അതാരും മിസ് ചെയ്യരുത്. അപ്പം ഇപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ആര് കയറിയില്ലെങ്കിലും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഈ പറഞ്ഞ ഗൂഗിൾ മീറ്റ് സെക്ഷനിൽ കയറും. കാര്യം എന്താ ഇത്രയും വലിയ കട്ടിയായിട്ടുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ അവർക്ക് എന്താ പുഷ്പം പോലെ എളുപ്പമാക്കി കൊടുത്തൊരു
മീറ്റിംഗ് അറിയാം ഗൂഗിൾ മീറ്റിൽ ആ ഒരു 2 മണിക്കൂർ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത കുട്ടികളെല്ലാം നല്ല രീതിയിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലും അറ്റൻഡ് ചെയ്ത കുട്ടികളെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് വിഷമമായി. ആ വിഷമം എന്താണെന്ന് ആ റിവ്യൂ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള എല്ലാവരും ഓഗസ്റ്റ് 15 രാത്രിയുള്ള നമ്മൾ മോസ്റ്റ്ലി രാത്രി 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്കായിരിക്കും 8 മണിക്കായിരിക്കും വെക്കുന്നത്. ഓഗസ്റ്റ് 17 രാത്രി 8 മണിക്കായിരിക്കും ഈ ഒരു സെഷൻ നമ്മൾ വെക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം എന്താ പറയുക, നമ്മൾ ഓഗസ്റ്റ് 17 രാത്രി ഈ സെക്ഷൻ നമ്മൾ വെക്കുമ്പോൾ ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും ഉറപ്പായിട്ടും ഈ വീഡിയോ കാണും. കാരണം അവർക്ക് അതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ വാല്യൂ മനസ്സിലായി. പക്ഷേ ആ ഗ്രൂപ്പില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഈ നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ടീം നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, നമുക്ക് ഓണപ്പരീക്ഷ തൂക്കാം. ഈസി ആയിട്ട് തൂക്കാം. റിലേഷൻ ഫംഗ്ഷൻ സെറ്റാണ് അല്ലേ? റിലേഷൻ ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ഏതാ നമ്മുടെ റിലേഷൻ ഫംഗ്ഷൻ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവേഴ്സ് ഇഗ്നോറി ആ 40 മിനിറ്റ്സ് വീഡിയോ ആകുമ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ മെട്രിക്സ് ഡിറ്റർമിനന്റ് മൾട്ടിപ്ലൈനും ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞു. മൾട്ടിപ്ലൈനും ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എൻ്റെ ടെറിട്ടറിയാണ് മക്കളെ. ഞാൻ സെറ്റ് ചെയ്ത് തരാം. ദാറ്റ്സ് മൈ ടെറിട്ടറി. നിങ്ങൾ മൾട്ടിപ്ലൈനും എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ സെറ്റ് ചെയ്ത് തരും. ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. പിന്നെ കണ്ടന്റ് ഡിഫറൻഷിയേറ്റ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ സാധനമാണ്. നമ്മുടെ ഈ കണ്ടന്റ് ഡിഫറൻഷിയേറ്റ് നമ്മുടെ ഒരു ടാറ്റിക്സ് ടെക്നിക്സ് ഉപയോഗിച്ച് സ്ട്രാറ്റജി ഉപയോഗിച്ച് സിമ്പിളാക്കി തരാം. ഒരുപാട് സിമ്പിളാക്കി തരാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം സീരീസിൻ്റെ പല വീഡിയോസും മിസ്സുമാരുടെയും എൻ്റെയും പല വീഡിയോസ് എന്താ ഉറപ്പായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓണം സീരീസ് എന്ന് പ്ലേലിസ്റ്റ് ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, ഫ്രണ്ട്സും പഠിക്കണ്ടേ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളോ സ്കൂൾ ഗ്രൂപ്പുകളോ എവിടെ വെച്ച് ഷെയർ ചെയ്യുക. എല്ലാവരെയും കൊണ്ടുവരിക. അപ്പം എന്താ, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഗ്രോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മുന്നോട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മുടെ എന്താ പറയുക, 12th മാത്സിൻ്റെ അല്ലെങ്കിൽ 11th മാത്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 12th മാത്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ CBSE സ്റ്റേറ്റോ ആരെങ്കിലും ആണെങ്കിൽ പോലും നമുക്കിവിടെ ലോങ് ടൈം ബാച്ചസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ലോങ് ടൈം ബാച്ചസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും എന്താ പറയുക, ക്ലാസ്സുകളെക്കുറിച്ചും നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിങ്ങും രീതികളും പാറ്റേണും ക്ലാസ് എപ്പോൾ നമ്മുടെ ഇവിടെ റെഗുലർ ബാച്ച് സമയം വരുന്നത് രാത്രി 8:30 ശേഷം 8:30 മണിക്ക് ശേഷമാണ് കേട്ടോ. അതാകുമ്പോൾ എല്ലാവരും സ്കൂളൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വേറെ ട്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് റിലാക്സായി വരുന്ന ടൈമാണ് രാത്രി 8:30. അപ്പോൾ ഈ ടൈം ആകുമ്പോൾ എന്താ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ടൈമിൽ നമ്മൾ റെഗുലർ ബാച്ചസ് നടത്തുന്നത്. അപ്പം ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് തോന്നുവാണ് സൂപ്പർ, ഇവരുടെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്, ഞാനിവിടെ പഠിച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നല്ല മാർക്ക് ഭേദപ്പെട്ടില്ല നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രി ഈ സമയത്ത് ജോയിൻ ചെയ്ത് പഠിക്കാം. ക്ലാസ്സുകൾ ആഴ്ചയിൽ 3 ദിവസം ഒക്കെ ക്ലാസ്സുള്ളൂ, 3 ഡേയ്സ് ഒക്കെ ക്ലാസ്സുള്ളൂ. ഈ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. അപ്പം അപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിൽ താഴെ കണ്ട നമ്പറിൽ വിളിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓണം എക്സാം നമുക്ക് തകർക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം വീണ്ടും കാണാം. അപ്പം ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.